Hello friends, welcome to my channel. This is Laddu Boondi Ladoo. Nalla tasty ആയിട്ട് നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിലെ വീട്ടിൽ എങ്ങനെയാണ് ബൂന്തി ലഡു ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് 1/4 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അരിച്ചിട്ട് വേണ്ട നമ്മൾ കടലമാവ് എടുക്കാനായിട്ട് അല്ലെങ്കിൽ അതിലെ കട്ടയൊക്കെ കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. അതിനുശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് 1/4 കപ്പ് വെള്ളം സാധാ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കട്ടകളൊന്നുമില്ലാതെ നമുക്കതൊന്ന് നല്ലൊരു ബാറ്ററായിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ കട്ട മുഴുവനായിട്ട് ഉടച്ചിട്ട് വേണം നമ്മൾ ബാറ്റർ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നന്നായി യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതുപോലെ ഹോൾസ് ഉള്ള ഒരു കയ്യിലെടുത്ത് ആ കയ്യിലോട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ കയ്യിൽ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഡോട്ട് പോലെ ഇങ്ങനെ അതിലേക്ക് മാവ് വീഴുമ്പോൾ നല്ല ബോൾസ് പോലെ നമുക്ക് ബൂന്തി ഉണ്ടാക്കി കിട്ടും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വേണം തീ വയ്ക്കാനായിട്ട്. എന്നിട്ട് ഒന്ന് നമ്മുടെ ബൂന്തിയൊക്കെ ഒന്ന് കുക്കായി വരുമ്പോൾ ചെറുതായി ഒന്ന് വെന്ത് വരുമ്പോൾ അതെടുത്തും നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഒരുപാട് നേരം ബൂന്തി നമ്മുടെ എണ്ണയിൽ ഇട്ട് കെടുക്കാൻ പാടില്ല, കാരണം അത് ഭയങ്കരമായിട്ട് ഹാർഡായി പോകും. അതുകൊണ്ട് നന്നായി ഒന്ന് വെന്ത് കഴിയുമ്പോൾ അതെടുത്ത് പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ അതുപോലെ ബാക്കിയുള്ള മാവും നമുക്ക് റെഡിയാക്കി എടുക്കാം. മാവ് നമ്മൾ കയ്യിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിങ്ങനെ കയ്യിൽ ചുറ്റിച്ച് കൊടുത്തില്ലെങ്കിൽ ഭയങ്കരമായിട്ട് കട്ടയായിട്ടായിരിക്കും ബൂന്തി കിട്ടുക. അപ്പോൾ അത് ശ്രദ്ധിച്ചോളൂ. അങ്ങനെ നമ്മൾ ബാറ്റർ മുഴുവൻ ബൂന്തിയാക്കി എടുത്തിട്ടുണ്ട്. അതവിടെ മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ലായനി ഉണ്ടാക്കിയെടുക്കണം. അതിന് 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ഏലക്കായുടെ കുരു ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ലൊരു മണത്തിനും ടേസ്റ്റിനും വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വേണം നമ്മൾ പാനി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് അത് ഒരു നൂൽപ്പാവ് പരിവായിട്ട് എടുക്കുക. പഞ്ചസാരയൊക്കെ മെൽറ്റായി ഒരു നൂൽപ്പാവ് പരിവാകുമ്പോൾ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബൂന്തി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ നെയ്യിൽ വേണം നമുക്ക് ഈ ലഡുവിലേക്ക് ആവശ്യമായിട്ടുള്ള കാഷ്യൂനട്ടും അതുപോലെ മുന്തിരിയും ഇട്ട് കൊടുക്കാനായിട്ട്, നന്നായി ഒന്ന് വറുത്തെടുക്കാനായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇത് വറുത്തെടുത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ കുറച്ച് മുന്തിരിയും കാഷ്യൂനട്ടും വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ പഞ്ചസാര ലായനിയിൽ ഇട്ടിട്ടുള്ള ബൂന്തിയെല്ലാം പഞ്ചസാര ലായനിയൊക്കെ പിടിച്ച് നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും മുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ എക്സ്ട്രാ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മുടെ കടലമാവിൻ്റെ ആ ഒരു കളർ മാത്രമേ ഉള്ളൂ ഇതിന്. പക്ഷെ നല്ലൊരു മഞ്ഞ കളറാണ് അല്ലേ. ഇനി കൈകൊണ്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഒരു മുന്തിരി അതിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു രീതിയിൽ നമുക്ക് ലഡു ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ റോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി അമർത്തി പ്രസ് ചെയ്തിട്ട് വേണം നമ്മളിത് റോൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നല്ല പൊട്ടിപ്പോവാതെ നല്ല രസമായിട്ട് നല്ലൊരു റോൾ നമുക്ക് നല്ലൊരു ലഡു ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടോ, നല്ല അടിപൊളി ലഡു ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ കളറൊന്നും ചേർക്കാത്ത നല്ല പെർഫെക്റ്റ് ലഡു. ഇനി ഞാൻ മഞ്ഞൾപ്പൊടി ഇതിൽ ചേർത്തിട്ട് വേറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതൊരു ഓറഞ്ച് കളറായിട്ടാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ അതിൽ ബേക്കിംഗ് സോഡ ഇടുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ കളർ ചേഞ്ച് ആയി വരും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. താങ്ക്